ലാവർണ ട്രാൻസ്പോർട്ടിന്റെ ഒരു പുതിയ ബസ് കൂടി തിങ്കളാഴ്ച നിരത്തിലിറക്കുകയാണ്. പക്ഷേ ഇക്കാലം അത്രയും കൂടെ നിന്ന് എല്ലാ പിന്തുണയും പ്രോത്സാഹനവും നൽകിയിരുന്ന സംവിധായകൻ സിദ്ദീഖ് ഇത്തവണ ഒപ്പമില്ല. അകാലത്തിൽ പൊലിഞ്ഞ ബിസിനസ് പങ്കാളിക്ക് ആദരസൂചകമായി പുതിയ ബസ്സിൽ ആദ്യ ദിവസം സൗജന്യ യാത്ര ഒരുക്കുകയാണ് ലാവർണ ഗ്രൂപ്പ് ഉടമ പി.കെ. മുഹമ്മദ് ഷാഫി. സിദ്ദീഖ് സാറുമായുള്ള ബന്ധം തന്നെ ഒരു പതിറ്റാണ്ടിലേറെ നീണ്ട ബന്ധമാണ് സിദ്ദീഖ് സാറുമായുള്ള ബന്ധമുള്ളത്. അപ്പം ഇങ്ങനെ ഒരു ആശയം എൻ്റെ മനസ്സിൽ വരാനുള്ള കാരണം, നോർമലി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എത്ര സെലിബ്രിറ്റി ആയാലും വലിയ ആളായാലും ചെറിയ ആളായാലും ഒരു 2 ആഴ്ച 1 മാസം കൊണ്ട് ആളുകൾ മറന്നുപോകും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അദ്ദേഹം എന്നും മരിക്കാത്ത ഓർമ്മയായി മനസ്സിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ആദരസൂചകമായിട്ട് ഒരു ദിവസം ഒരു യാത്ര സൗജന്യമായി നൽകുക, അതിനൊപ്പം തന്നെ ചേരുന്ന യാത്രക്കാരും ഒരു പ്രാർത്ഥന അദ്ദേഹത്തിന് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. സ്നേഹാദരയാത്ര എന്ന പേരിൽ തിങ്കളാഴ്ച രാവിലെ തിരൂരിൽ നിന്നും മഞ്ചേരിയിലേക്കാണ് ആദ്യ യാത്ര. ലാവർണ ആൻഡ് എസ് ട്രാവൽസ് പാർട്ട്ണർ കൂടിയായിരുന്നു മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ സംവിധായകരിൽ ഒരാളായ സിദ്ദീഖ്. മലയാള സിനിമയിലെ കാരവൻ റെന്റൽ ബിസിനസ് സ്ഥാപകനായ ലാവർണ ആൻഡ് എസ് ട്രാവൽസിന്റെ വളർച്ചയിലും സിദ്ദീഖ് പങ്കാളിയായിരുന്നു. സിദ്ദീഖ് സാറുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ, ഞാനൊരു സുഹൃത്ത് മുഖേനയാണ്, ഞങ്ങളൊരു പൊതു സുഹൃത്ത് മുഖേനയാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അന്നു മുതലുള്ള നല്ലൊരു ബന്ധമായിരുന്നു. പിന്നീട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട് പല കാര്യത്തിലും ഡിസ്കഷനിലൊക്കെ പങ്കെടുത്തു. ആ സമയത്താണ് ഞങ്ങൾ ഒന്നിച്ചൊരു ബിസിനസ് തുടങ്ങണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ മുമ്പത്തെ കാലത്ത് ഇവിടെ മലയാള സിനിമയിൽ കാരവൻ കംപ്ലീറ്റ് വന്നിരുന്നത് തമിഴ്നാട്ടിലായിരുന്നു. അപ്പോൾ ഒരിക്കൽ സിദ്ദീഖ് സാർക്ക് വളരെ മോശമായ രീതിയിലൊരു കാരവൻ കിട്ടി. അപ്പോൾ സിദ്ദീഖ് സാർ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ കേരളത്തിൽ കാരവൻ കുറവാന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സിദ്ദീഖ് സാർ എന്നോട് പറഞ്ഞത്, നമുക്ക് ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് കാരവൻ റെന്റൽ ചെയ്യുന്ന ഒരു ബിസിനസ് സ്ഥാപനമായ ലാവർണ ട്രാവൽസിന്റെ തുടക്കമിട്ടത്. കാലത്ത് സംവിധാനം ചെയ്ത സിനിമാ ലൊക്കേഷനിൽ കാരവൻ ബസിന്റെ പോരായ്മ സിദ്ദീഖ് മനസ്സിലാക്കിയതോടെയാണ് ഇരുവരും 2 കാരവൻ ബസ് വാങ്ങുന്നത്. മഞ്ചേരി തിരൂർ പാതയിലോടുന്ന ലാവർണർ ബസ്സിൽ പ്രദർശിപ്പിക്കുന്ന ട്രാഫിക് ബോധവൽക്കരണ സന്ദേശം നൽകുന്നത് സിദ്ദീഖാണ്. പിന്നീട് ലാവർണ ട്രാൻസ്പോർട്ടിന്റെ ബ്രാൻഡ് അംബാസഡറായി മാറി. മോട്ടോർ വാഹന വകുപ്പുമായി സഹകരിച്ച് ലാവർണ ട്രാൻസ്പോർട്ട് തുടക്കമിട്ട ഗതാഗത ബോധവൽക്കരണ പ്രോഗ്രാമിൽ ഇന്നും സിദ്ദീഖിന്റെ മുഖം നിറഞ്ഞു നിൽക്കുകയാണ്. സീറ്റ് ബെൽറ്റ് ഇപ്പോൾ കേരള ഗവൺമെന്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ വേണ്ട ഗവൺമെന്റ് നിഷ്കർഷിച്ച എല്ലാ സീറ്റുകളിലും സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ CCTV നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ 7 വർഷമായിട്ട് നമ്മളെ ബസ്സിൽ CCTV ഉണ്ട്. പിന്നെ സ്റ്റോപ്പ് അനൗൺസ്മെന്റ് സിസ്റ്റം ഉണ്ട്. മൊഴിനീളെ ട്രാഫിക് അനൗൺസ്മെന്റ് പ്രോഗ്രാംസ് അത് ലീഡ് ചെയ്യുന്നതിനെ സിദ്ദീഖ് സാറാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ പിന്നെയുള്ള പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഡ്രിങ്കിങ് വാട്ടർ ഡിസ്പെൻസർ ഉണ്ട്, ക്യാഷ്ലെസ് മെഷീന്, വൈഫൈ സംവിധാനം, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. സുഗമമായ യാത്ര ഉദ്ദേശിക്കുന്നത് കാരണം വ്യത്യസ്തമായിട്ട് ജനങ്ങൾക്ക് കുറച്ചും കൂടി അട്രാക്ട് ചെയ്യണ, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയിട്ട് മാക്സിമം നല്ല രീതിയിൽ സർവീസ് കൊടുക്കുക എന്നാണ് നമ്മുടെ ഉദ്ദേശം. ഇത് ബിസിനസ് മാത്രമല്ല, ഇതൊരു സേവന മേഖലയും കൂടിയാണ്. പുതുതായി ഇറങ്ങുന്ന എല്ലാ ബസ്സുകളിലും ആദ്യ ദിനം ഈ സ്നേഹാദര യാത്ര സമർപ്പിക്കാനാണ് ഷാഫിയുടെ തീരുമാനം. മലബാർ ടൈംസ്, കോട്ടക്കൽ.